والصلاة والسلام على أشرف رسول الله. يا ربي في المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂട്ടം നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തോളമായി അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്നൊക്കെ നമ്മുടെ 5 വഖ്ത് നമസ്കാരങ്ങളിലും നാം ദുആ ചെയ്യാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടിയായിരുന്നു ആ ദുആ നാം എപ്പോഴും നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമുക്ക് എത്തിപ്പെട്ടു. അതിലെ ആദ്യത്തെ 10ലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സിയാമുകളും നമ്മുടെ റുക്അകളും സുജൂദുകളും അവൻ സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ മാസം ആകുമ്പോൾ നല്ല ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് റമദാൻ മാസത്തെ നാം ചിലവഴിക്കേണ്ടത് നമ്മുടെ ഓത്ത് കൊണ്ടും അതുപോലെ നിസ്കാരങ്ങൾ കൊണ്ടും നല്ല നല്ല അമൽ കൊണ്ടായിരിക്കണം. അവിടുന്ന് ആത്മസംസ്കരണം നടത്തണമെന്നുള്ളത്, ഒരു മനുഷ്യൻ അവന്റെ ഖൽബ് സംശുദ്ധമാക്കിയെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആത്മസംസ്കരണം നടത്തിയ മനുഷ്യൻ അവിടുന്ന് വിജയിച്ചു പോയി എന്ന് പറയുമ്പോൾ അത്രയും വിലകൽപ്പിച്ച ഒരു കാര്യമാണ് ഖൽബ് സംശുദ്ധമാക്കിയെടുക്കുക എന്നുള്ളത്. ലോകത്തിന്റെ ഒരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗാ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ലോകത്തിന്റെ ഒരു അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ ഒരു മാംസക്കട്ടയുണ്ട്. മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ ഒരു മാംസപ്പിണ്ടയുണ്ട്. ആരെങ്കിലും ആ മാംസക്കട്ട എവിടെ നിന്ന് നന്നാക്കി എടുത്താൽ അവന്റെ ശരീരം മൊത്തം അവിടുന്ന് നന്നായി. ഏറെ മറിച്ച് ആ മാംസക്കട്ട എവിടെ നിന്ന് മോശമാക്കി എടുത്താൽ അവന്റെ ശരീരം മൊത്തം അവിടുന്ന് മോശമായി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതായിരിക്കും ആ മാംസക്കട്ട? ഏതായിരിക്കും ആ മാംസക്കട്ട? അലാ വഹിയൽ ഖൽബ്, ശരീരത്തിന്റെ കേന്ദ്രബിന്ദുവായ, ശരീരത്തിന്റെ മൈനായ ഹൃദയമാണ് ആ മാംസക്കട്ട. അതുകൊണ്ട് ധാരാളം അല്ലാഹുവിനോട് തൗബ കൊണ്ട് മടങ്ങി നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കി എടുക്കേണ്ടതുണ്ട്. ഖുർആൻ ഓതുകൾ കൊണ്ട് നാം ധന്യമാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, ആദ്യത്തെ 10ലാണ് നാം ഒരുമിച്ചിട്ടുള്ളത്. റഹ്മത്തിന്റെ 10 ഇതിലേക്ക് പറയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തെ 3 പാർട്ടുകളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് റഹ്മത്തിന്റെ 10 എന്നും, രണ്ടാമത്തേത് മഗ്ഫിറത്തിന്റെ 10 എന്നും, മൂന്നാമത്തേത് ഇത്ഖും മിനന്നാർ എന്നായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റഹ്മത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് യുദ്ധം കഴിഞ്ഞ ഒരു സംഘം ഇങ്ങനെ വരികയാണ്. യുദ്ധം കഴിഞ്ഞ ഒരു സംഘം വരുമ്പോൾ അവിടുന്ന് ആ സംഘത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി ചെല്ലുന്നു. സാധാരണ യുദ്ധത്തിലേക്ക് പോയ മനുഷ്യർ ആര് മരിച്ചിട്ടുണ്ടാകും, ആര് തിരിച്ചു വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ആ സംഘം ഇങ്ങനെ വരുമ്പോൾ ഈ ഉമ്മ അവിടുന്ന് എഴുന്നേറ്റ് പോയി ആ സംഘത്തിന്റെ അടുത്തേക്ക് പോയിട്ട് തന്റെ മകനെ കണ്ടെത്തുകയാണ്. മകനെ കാണുവാനില്ല, മകനെ കാണുന്നില്ല. ആ സംഘത്തിന്റെ ഇടയിൽ മകനെ കാണാതായപ്പോൾ അവിടുന്ന് വിഷമത്തോടു കൂടി ഉമ്മ തിരിച്ചു വരികയാണ്. വീണ്ടും ആ സംഘത്തിന്റെ അടുത്തേക്ക് പോകുന്നു, മകനെ കണ്ടെത്തുന്നു, മകനെ കാണാനില്ല. വിഷമത്തോടു കൂടി വരുന്നു. അവസാനമായിട്ട് ആ ഉമ്മ വീണ്ടും ആ സംഘത്തിന്റെ ഇടയിലേക്ക് പോയി
ഓടിച്ചെന്ന് തന്റെ മകനെ കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മകനെ കണ്ടെത്തി നെഞ്ചോട് നെഞ്ചിൽ ചേർത്ത് അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. മകനിലേക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. അവിടുന്ന് ഈ ഒരു രംഗം കാണുന്ന സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ സ്വഹാബത്തും അവിടുത്തെ ഈ ഒരു രംഗം കാണുമ്പോൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തോട്, അത്രയും വാത്സല്യം കാണിച്ച ആ ഉമ്മ, അത്രയും സ്നേഹം പ്രകടിപ്പിച്ച ആ ഉമ്മ ആ മകനെ തീരിട്ട് കത്തിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ല നബിയെ, എങ്ങനെയാണ് ആ ഉമ്മ തീരിട്ട് കത്തിക്കുക? എങ്ങനെയാണ് ആ ഉമ്മ തീരിട്ട് കത്തിക്കരിക്കുക? അത്രയും വാത്സല്യമല്ലേ കാണിച്ചത്? അത്രയും സ്നേഹമല്ലേ പ്രകടിപ്പിച്ചത്? പിന്നെ എങ്ങനെയായിരിക്കും ആ ഉമ്മ തീരിട്ട് കത്തിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഒരു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഖൗലുണ്ട്. അത് നാം ഏവരും മാതൃകയാക്കേണ്ട ഒരു ഖൗലാണ്. അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, അല്ല സ്വഹാബ, ആ ഉമ്മക്ക് എത്രമാത്രം സ്നേഹമുണ്ട് ആ മകനോട്, എത്രമാത്രം വാത്സല്യമുണ്ട് ആ മകനോട്, അതിനേക്കാളും 10 ഇരട്ടി സ്നേഹവും വാത്സല്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമയോട് ഉള്ളത്. അതുകൊണ്ട് അല്ലാഹു ഏറെ കാരുണ്യവാനാണ്, അർഹമർ റഹീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തന്നിട്ടുള്ള ഈ റമദാൻ മാസം നല്ലതുപോലെ നാം ചെലവഴിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ദുആ കൊണ്ട് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മടങ്ങണം. ധാരാളം ദുആ ചെയ്യുന്നവരാകണം. ഈ റമദാൻ മാസത്തിൽ ചെയ്യുന്ന ഇബാദത്തുകൾ അത് വെറും റമദാൻ മാസം കൊണ്ട് വ്യക്തമാക്കപ്പെട്ടതല്ല. എല്ലാ മാസങ്ങളിലും ഈ അമലുകൾ നാം ചെയ്യേണ്ടതുണ്ട്. ദുആ കൊണ്ട് മടങ്ങണം. അവിടെ ദുആയിൽ നിങ്ങൾ യാതൊരു പിശക് കാണിക്കില്ല. ലോകത്തിന്റെ പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാലും നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക. അത്രമാത്രം ദുആ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ധാരാളം ദുആ കൊണ്ട് മടങ്ങണം. കാരണം നമ്മുടെ കഷ്ടം, നമ്മുടെ ആഫിയത്തുള്ള കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ധാരാളം ദുആ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിനൊന്നും ഇജാബത്ത് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മുടെ കഷ്ടകാലത്ത് നാം ചോദിക്കുന്ന ദുആഇന്, അന്ന് ചോദിച്ച ദുആഇന്റെ പകരമായിട്ട് ജവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നൽകുന്നവനാണ്. അതുകൊണ്ട് ധാരാളം ദുആ കൊണ്ട് മടങ്ങണം. അല്ലാഹുവിന്റെ ദിക്റിലും ഫിക്റിലായി നാം ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം നോക്കിയ നോമ്പുകൾ, സുജൂദ്, റുകൂഉകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ